എൻ്റെ ഫീൽഡിലുള്ള ആൾക്കാരെയൊക്കെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ചെറുതായിട്ടൊന്ന് ഡൈവേർട്ട് ചെയ്ത് നോക്കി. അപ്പോൾ ആളോട് സംസാരിച്ചു. ഒത്തുപോകുന്ന ആളാണെന്ന് തോന്നി. അങ്ങനെ മീറ്റ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തു. ഫസ്റ്റ് മീറ്റിംഗ് ഭയങ്കര ഏറ്റവും വേഴ്സ്റ്റ് ആയിരുന്നെന്ന് വേണമെങ്കിൽ പറയാം. കാരണം പക്ഷെ ആള് അന്നത്തെ ദിവസം സത്യം പറഞ്ഞാൽ മിണ്ടിയില്ല കേട്ടോ. ഇങ്ങനെ ഭയങ്കര എന്താ പറയുക, ഭയങ്കര സൈലൻ്റ് ആയിരുന്നു. ടെക്സ്റ്റ് ചെയ്തപ്പോൾ മീൻസ് കുറേ നേരം വർത്താനം പറഞ്ഞെങ്കിലും ഫസ്റ്റ് മീറ്റിൻ്റെ സമയത്ത് നമ്മൾ രണ്ടുപേരും ഒന്നും മിണ്ടിയില്ല. ജസ്റ്റ് കാരണം പെട്ടെന്നൊരു ദിവസം കാണിച്ചു കൊടുക്കുന്ന ഒരു പെൺകുട്ടിയെ കിട്ടുന്നേ കഴിഞ്ഞ് നല്ലത് നമ്മൾ കുറച്ച് നാളുകളായി പരിചയമുള്ള ഒരാളെ കിട്ടുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇപ്പോൾ മാട്രിമോണി കണ്ടതാണെങ്കിൽ പോലും ആ കണ്ടപ്പോൾ തുടങ്ങി പിന്നെ അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ കൊണ്ട് അവർക്കരുടെ ഇടയിൽ ഒരു ലവ് മാരേജിൻ്റെ ഒരു എഫക്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. പാരൻസിനെ പറ്റി പറയാനാണെങ്കിൽ അമ്മയായിട്ട് എനിക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റി. കാരണം ഞാൻ ഒത്തിരി വർത്തമാനം പറയുന്ന ആളാണ്. അതുകൊണ്ട് അമ്മയും കുറച്ചധികം എനിക്ക് എന്നെ കടത്തി വെട്ടി വർത്തമാനം പറയുന്ന ഒരാളാണ്. പക്ഷെ എനിക്കത് ഭയങ്കര വർത്തമാനം പറയുന്ന ആൾക്കാർ എനിക്ക് പൊതുവേ താല്പര്യമുള്ളതുകൊണ്ട് അമ്മയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റി. എന്നെ പോലെയല്ല, എൻ്റെ ഫ്രണ്ടിനെ പോലെ തന്നെയാണ് എല്ലാ കാര്യത്തിലും. അതെല്ലാവരും ചോദിക്കാറുമുണ്ട്. അനിയനാണെന്ന് മനസ്സിലാവില്ല, ഏട്ടനാണെന്ന് മനസ്സിലാവില്ല. ഞാൻ വിചാരിച്ചത് പാളീന്ന് ഫസ്റ്റ് മീറ്റ് തന്നെ കയ്യിൽ നിന്ന് പോയിന്ന് വിചാരിച്ചു. അങ്ങനെ കണ്ടു ഇഷ്ടപ്പെട്ടു. പിന്നെ വീട്ടുകാരോട് പറഞ്ഞു, പ്രൊസീഡ് ചെയ്യാൻ തീരുമാനിച്ചു. അടയാളമായി പിതാവിൻ്റെയും സത്യം പറഞ്ഞാൽ വലിയ ഗ്യാപ്പൊന്നും ഉണ്ടായിട്ടില്ല. ബട്ട് ആ ഒരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ രണ്ടുപേരും ഓൾമോസ്റ്റ് സിമിലർ ഇതായതുകൊണ്ട് പെട്ടെന്ന് ഒത്തുപോകാൻ പറ്റും. എന്താ പരിചയക്കുറവൊന്നും തോന്നിയില്ല. എല്ലാവരും എന്തോ മുന്നേ പരിചയമുള്ള ഒരു രീതിയിലായിരുന്നു എല്ലാവരും വർത്തമാനം പറഞ്ഞത്. അപ്പം നമുക്ക് ആ ഒരു ഡിസ്റ്റൻസ് ഒന്നും ഫീൽ ചെയ്യില്ല. തുടക്കം തൊട്ട് നല്ല കണക്റ്റഡ് ആയിരുന്നു. ബാക്കിയെല്ലാം ഇങ്ങനെ ചിരിച്ചുണ്ട് കേട്ടുണ്ട് ഇങ്ങനെ ഇരിക്കും, അത്രേ ഉള്ളൂ. കണ്ട ഇപ്പഴും ഞാൻ തന്നെയാ പറഞ്ഞോണ്ടിരിക്കണം, അവിടെ ചിരിച്ചോണ്ടിരിക്കണം. വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല.